ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അയില മുളകിട്ടിൻ്റെ റെസിപ്പി കാണാം. ഞങ്ങളുടെ ഹരിപ്പാട് സ്റ്റൈലിൽ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കാണ് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പോ അല്ലെങ്കിൽ സാദാ ഉപ്പോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. കുറച്ച് കായം ഇടുന്നത് നല്ലതാണ്, രുചിക്കൊക്കെ നല്ല ഇതാണ് കായം ഇടുന്നത്. രുചിക്ക് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നല്ല ഇതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് കുരുമുളക് ഞാൻ ചതച്ചാണ് ഇടുന്നത്. ചതച്ചിട്ട് കൊടുക്കണം, പൊടി ഇടാതെ ചതച്ചിടണം. ചതച്ചിട്ടിട്ട് അതും കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നും കൂടെ നല്ല രീതിക്ക് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച് വെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്, പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത്. അപ്പം നല്ല രീതിക്ക് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് പുളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കണം ഉപ്പുണ്ടോ ഇല്ലയെന്ന്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് തിളച്ച് നല്ല പക്ക വെന്ത് വന്ന സമയത്താണ് ഞാൻ കുറച്ച് അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയല മുളകിട്ട് റെഡിയാവും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അയല മുളകിട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ മേലിൽ തൂവി കൊടുക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ തക്കാളി ഇടാൻ മറക്കരുത്. ലാസ്റ്റ് മീൻ ഇട്ടതിന് ശേഷം മാത്രമാണ് തക്കാളി ഇടുന്നത്. ഇട്ട് തിളച്ചെല്ലാം വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.